വിവരമില്ലാത്ത ആളുകളെ മഹാനായ അബ്ദുൽ ബാരി തങ്ങളെ പോലെയുള്ള ആളുകൾ, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പേര് വലിച്ചഴച്ച് കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ഒരു കളവ് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഔലിയാക്കളായ സ്വാലിഹീങ്ങളായ അബ്ദുൽ ബാരി തങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. കൈ ഉയർത്തിയ മഴയ്ക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ കൈ താഴ്ത്തുമ്പോഴേക്ക് മേഘം നിറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞേക്കാം. അത്രയും സാത്വികരായ, വലിയ സമ്പന്നനായി ജീവിച്ച് എല്ലാ സമ്പത്തും സമസ്തക്ക് വേണ്ടി, നമ്മളൊക്കെ സമസ്തക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് സ്വയം ആലോചിച്ചാൽ മതി. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ സമ്പന്നനായിരുന്ന അബ്ദുൽ ബാരി തങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും സമസ്തക്ക് വേണ്ടി ചെലവഴിച്ച് അവസാനം ഒരു ഫക്കീറിനെ പോലെ മരണപ്പെട്ട, സാമ്പത്തികമായ ഞാൻ പറഞ്ഞതേ, അത്രയും ഒരു മഹാനാണ്. അവരൊക്കെ എല്ലാം കൊടുത്ത് വളർത്തി. എന്നിട്ട് അങ്ങനെയുള്ള മഹാന്മാരുടെ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കളവ് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിൽ നമ്മൾ പ്രതികരിക്കണ്ടേ. ഞാനിത് പ്രതികരിക്കുന്നത് എന്തിനാ അറിയോ? ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഓരോരുത്തർ പറയും ആ പറഞ്ഞത് ശരിയല്ല, സമദ് സാഹിബ് ആ പറഞ്ഞത് ശരിയല്ല, എഴുത്തുകളുണ്ട്, വീഡിയോ ഉണ്ട്, വോയിസുകളുണ്ട്, പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു രേഖയല്ലല്ലോ. അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊരു വിഷയത്തിനും 2 ദിവസത്തെ ആയുസ്യേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയങ്ങൾ മാറി, ചർച്ചകൾ മാറി, വേറൊരു ലോകമായി. അത്രേ ഉള്ളൂ. ഇത് അങ്ങനെ പോകേണ്ട ഒരു സാധനമല്ല. കാരണം വേറെ ആരെങ്കിലും ഇപ്പൊ നമ്മളവിടെ ആ സ്വാഗതം പറഞ്ഞ ആജിയാരോ, അല്ലെങ്കിൽ കോഴിക്കോട്ട് സ്വാഗതം പറഞ്ഞ പാട്ടുകാരനോ, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പൊ ഈ ആദി വർത്താനം പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല, നമ്മളതിൽ സംസാരിക്കൂല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ജനങ്ങൾ അത്രേ കാണുള്ളൂ. പക്ഷേ സമദ് പൂക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചരിത്രപരമായ വിഷയങ്ങളെ അപഗ്രഥനം നടത്തി വളരെ കൃത്യമായി ചടുലതയോടെ സദസ്സിനെങ്ങനെ ഈ ഹർഷപുളകിതരാക്കിയിട്ട് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ്. സമദ് പൂക്കോട്ടൂർ ഒരു കാര്യം പറയുമ്പോൾ അത്രയും ജനങ്ങൾ അതിന് വില കൊടുക്കുന്നുണ്ട്, അത്രയും അത് സത്യസന്ധമായിരിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു രേഖയായി മാറും. അന്ന് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അങ്ങനെ പ്രസംഗിച്ചിരുന്നു, അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു രേഖയായിട്ട് കിടക്കും. അപ്പോ അങ്ങനെയല്ല കാര്യം, അത് ശരിയായിരുന്നില്ല എന്ന് പറയാൻ ഒരുപക്ഷെ നമ്മുടെ ഈ ഇടപെടലും നമ്മുടെ ഈ സംസാരവും ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു അസത്യത്തെ തിരുത്തിയതിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രതിഫലം ഉണ്ടാവുമല്ലോ. അത്രേ ഈ വിഷയത്തിൽ ലക്ഷ്യവും. വിദ്യാഭ്യാസ സംവിധാനവും ഒക്കെ ആയിട്ടുള്ള വിഷയം അതിലേക്ക് ഞാൻ കിടക്കുന്നു. വളവന്നൂർ എന്ന് പറയുന്ന സ്ഥലം ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദിന്റെ തട്ടകമാണ്. അവിടെയാണ് സുന്നിയുടെ സംഘത്തിന്റെ സ്ഥാപനം പിന്നീട് വന്നത് വാഫക്കി എത്തിങ്ങാന. ഈ വളവന്നൂർ എന്ന സ്ഥലത്തെ കാദി ആരായിരുന്നു? നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ കോഴിക്കോട് ജിഫ്രി കുടുംബത്തിൽപ്പെട്ട ഒരു പ്രമുഖനായ തങ്ങളായിരുന്നു. ആ തങ്ങളുടെ ഭാര്യ ഗർഭിണിയായപ്പോൾ ആ ഭാര്യക്ക് എന്തോ ഒരു അസുഖം വന്നപ്പോ ഈ വളവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങൾ കാദിയാണ്. ജിഫ്രി കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദ്, ജിഫ്രി, എല്ലാരും ജിഫ്രി ജിഫ്രി എന്ന് പറയുമ്പോൾ ഏതാന്ന് വേറിരിക്കാൻ കഴിയില്ല. അപ്പൊ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ഭാര്യയ്ക്ക് ഒരു അസുഖമായപ്പോ നല്ലൊരു വൈദ്യനെ കിട്ടാൻ വേണ്ടി നോക്കുമ്പോ ഇവിടെ വളവന്നൂരിൽ പ്രഗത്ഭനായ ഒരു വൈദ്യൻ. ആ വൈദ്യൻ പൊട്ടച്ചോല മൊയ്തീനാജി എന്ന അദ്ദേഹത്തിന്റെ പേര്. ഈ പൊട്ടച്ചോല മൊയ്തീനാജിയെ കൊണ്ടുപോയി ചികിത്സിച്ച് രോഗം സുഖമായി. തങ്ങൾക്ക് ഭയങ്കര തിരക്കായപ്പോ തങ്ങള് ഒരു സന്തോഷം എന്നുള്ള നിലയ്ക്ക് ഇയാൾ ചെയ്തു കൊടുത്തതിന്, അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. നിങ്ങൾ പോയി ചോദിച്ചാൽ വളവന്നൂർ ദൂരമൊന്നുമല്ല. ഈ മൊയ്തീനാജിയെ അവിടെ കാദിയാക്കി. പൊട്ടച്ചോല മൊയ്തീനാജി ഒരു പണ്ഡിതനുമല്ല, ഒരു കിതാബ് ഓതിയിട്ടില്ല. പൊട്ടച്ചോല മൊയ്തീനാജിനെ കാദിയാക്കി. പൊട്ടച്ചോല മൊയ്തീനാജി മരിച്ചപ്പോ കൃത്യമായി അവിടെ പോയി നോക്കൂ. തങ്ങൾ കാദിസ്ഥാനം മൊയ്തീനാജി ഏൽപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് 2 ആൺമക്കളുണ്ടായിരുന്നു. മൊയ്തീനാജി മരിച്ചപ്പോ 2 ആൺമക്കൾ, ഒന്ന് അത്തു, ഒന്ന് കമ്മദ്. അത്തു ഒരു ഭാഗത്തും കാദിയായി, കമ്മദ് ഒരു ഭാഗത്തും കാദിയായി. ഒരു ദർശനം പോയി പഠിച്ചിട്ടില്ല ഉണ്ടാവും. ആ നാട്ടുകാർ കാദിയെ അംഗീകരിച്ചു. അത്തും കമ്മതും കാദിയായിരുന്നു. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം നിങ്ങൾ. അത് കഴിഞ്ഞ് ആ കമ്മദ് മരിച്ചപ്പോ കമ്മദിന്റെ മകനാണ് പടിയത്ത് മുഹമ്മദ് ആച്ചി. പടിയത്ത് മുഹമ്മദ് ആച്ചി ആയിരുന്നു ചാപ്പനങ്ങാട് ഉസ്താദിന്റെ കാലത്ത് മഹല്ല് കാദി. പടിയത്ത് മുഹമ്മദ് ആജിന്റെ സ്റ്റേജിലൊക്കെ കാദി മുഹമ്മദ് ആജി എന്ന ചാപ്പനങ്ങാട് ഉസ്താദ് പറയാ. ചാപ്പനങ്ങാട് ഉസ്താദിനേക്കാൾ വലിയൊരു പാണ്ഡിത്യമുള്ള മനുഷ്യൻ, കാദിയുടെ പാണ്ഡിത്യം അളക്കാൻ ആരാ അവിടെ വന്നിട്ടുള്ളത്? പറയുന്നത്
പറയൂ. പടിയത്ത് മുഹമ്മദ് പോയി ഇപ്പൊ ആരാ ഖാദി? ഇപ്പൊ പടിയത്ത് മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ജുനൈദ് ഒരു ബിരുദോടുത്തിട്ടില്ല. കളവന്നൂർ ഇപ്പോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പ്രദേശത്ത് ആരൊക്കെ ദർസ് നടത്തിയിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടച്ചോല മൊയ്തീൻ ഹാജി അവിടെ ഖാദി ആയിരിക്കുന്ന സമയത്ത് അവിടെ ദർസ് നടത്തിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുൽ ബാരി മുസ്ലിയാര, സമത്തിന്റെ നായകൻ അബ്ദുൽ ബാരി ഉസ്താദിന് പണ്ഡിതന്മാരെ വില അറിയില്ലേ? വളവന്നൂർ പോയി ചോദിച്ചു നോക്കൂ, അബ്ദുൽ ബാരി മുസ്ലിയാർ ദർസിട്ട് പോയത് എന്തുകൊണ്ടാ? അവിടെ ദർസ് മാറ്റിയത് മുത്തല്ലിമികളെ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴാ. അത്ര ഇൽമിനെ സ്നേഹിക്കുന്ന ആളാ, മുത്തല്ലിമികളെ ബഹുമാനിക്കുന്ന ആളാ. ഇൽമില്ലാത്ത ഒരാൾ ഖാദി, നിങ്ങൾ ഖാദി ആവണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആ അബ്ദുൽ ബാരി മുസ്ലിയാർ പോലും ഖാദി എന്ന് അഭിസംബോധന ചെയ്തിരുന്ന മൊയ്തീൻ ഹാജി എന്നാ പറയുന്നത്. ഞാൻ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എനിക്ക് കിട്ടിയ വിവരാണ്. ഇവരിങ്ങനെ പറയുമ്പോ ഇത് കേട്ടാൽ ആ സദസ് നിങ്ങളൊരു തെക്കുബീറില്ലേ, ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് ആ കൗമിനെ കൊണ്ട് തെക്കുബീർ ലഭിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പണ്ട് വേറെ ചില ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലിപ്പിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പോ എന്താ ചെയ്യും? ഇതില് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി തങ്ങൾ പാപ്പാനെ, ബഹുമാനപ്പെട്ട ഒരു ജിഫ്രി തങ്ങളെ, അതേപോലെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പ് മുസ്ലിയാരെ തുടങ്ങി നിരവധി വലിയ വലിയ മഹാന്മാരെ അനാവശ്യമായി ഇതിലേക്ക് വലിച്ചയക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ് പൂക്കോട്ടൂരിനോട് വളരെ വിനയത്തോടെ എന്നാൽ അതിശക്തമായി ഞാൻ ചോദിക്കുന്നു, താങ്കൾ ഈ പറഞ്ഞ ആൾ അദ്ദേഹം പണ്ഡിതനാണോ, സാധാരണക്കാരനാണോ, വെറും നാട്ടുവൈദ്യനാണോ, അതല്ല ഒരു ആലിമായ വൈദ്യനാണോ? ഇതൊന്നും ഈ ചർച്ചയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ചർച്ചന്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ ഈ അസുഖം മാറിയപ്പോ അതിലെ സന്തോഷം കൊണ്ട് അദ്ദേഹത്തെ ഖാലിയാക്കി ജിഫ്രി തങ്ങള് എന്ന് അബ്ദുൽ സമദ് സാഹിബ് പറഞ്ഞു. 100% സത്യസന്ധമായ വിവരമാണ് എന്ന രീതിയിലാണ് താങ്കൾ സംസാരിച്ചത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സാഹിബ്, ഈ സയ്യിദ് ജിഫ്രി തങ്ങൾ അസുഖം മാറിയ സന്തോഷം കാരണം ഇദ്ദേഹത്തെ ഖാലിയാക്കുകയല്ല ചെയ്തത്, മുതവല്ലിയാക്കുകയാണ് ചെയ്തത് എന്നത് ആധികാരികമായ രേഖയാണ്. നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ് തെറ്റാണെങ്കിൽ താങ്കൾക്ക് നിഷേധിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഒരു അബദ്ധം പറഞ്ഞാലും അതിന്റെ പിന്നാലെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടി 1-2 അനുഭവങ്ങൾ മുമ്പ് താങ്കൾക്ക് ഉണ്ടല്ലോ. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വെച്ച് പൂക്കോയ തങ്ങൾ പാപ്പ തറക്കല്ലിട്ട വിഷയവുമായി ബന്ധപ്പെട്ട്, അതേപോലെ സൈനുൽ ഉലമ ഷംസുൽ ഉലമയെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഫത്വയെ കുറിച്ച് എഴുതിയ ഭാഗത്തുള്ള ഒരു പ്രയോഗത്തെ താങ്കളൊന്ന് കൂട്ടിമാറ്റിയത്. എന്നിട്ട് പിന്നെ ഇടവണ്ണപ്പാറന്ന് താങ്കളെ ഒന്ന് തോണ്ടിപ്പോയി, താങ്കളെ വിട്ടില്ല. അബദ്ധാണെന്ന് തോന്നിയിട്ട് പോലും താങ്കളത് വിടാതെ അവിടെ ഖാലിമാർ എന്നാ പറഞ്ഞത്, ഖാലി എന്നല്ല. ഒരു മഹല്ലിക്ക് കുറെ ഖാലിമാർ ഉണ്ടാവില്ല എന്നിട്ട് താങ്കളൊന്ന് അതിന്റെ ഇടയിൽ കൂടെ ഒരു കുത്തിട്ട് പോയി. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നമ്മളതിന് കൂടണ്ടാച്ചിട്ടുണ്ടാകുന്നതാണ്. താങ്കൾ പറഞ്ഞ ഖാലിയാക്കി എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ അവിടെ മുതവല്ലിയാക്കുകയാണ് ചെയ്തത്. താങ്കൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞല്ലോ, ആ അന്വേഷണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളെടുത്ത് എല്ലാ വിവരമുണ്ട്. നമ്മളെടുത്ത് എല്ലാ വിവരം ഉണ്ട് എന്ന് പറയുന്നത് ഒരു അഭിമാനമോ അഹങ്കാരമൊന്നുമല്ല. നിങ്ങൾ സമസ്തക്ക് വേണ്ടിയിട്ട് ഒരു വിഷയം സംസാരിക്കാൻ ആത്മാർത്ഥമായി സമസ്തയുടെ ആലിമീങ്ങളുടെ ഇസ്സത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങളെ നാക്കി ചലിപ്പിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം ആവശ്യമായ രേഖകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അത് സമസ്തന്റെ ഒരു കറാമത്ത. ഇത് എനിക്ക് എന്റെ ജീവിതത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗത്തിനെതിരെ അവർക്ക് ഇതേപോലെ നമ്മുടെ മറുവിഭാഗവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇഷ്യൂല് ഒരു 1-2 ഖണ്ഡന പ്രസംഗങ്ങൾ നടത്തിയ സമയത്ത് അപ്രതീക്ഷിത അവരുടെ പള്ളിന്റെ ആധാരം വരെ എന്റെ കയ്യിൽ വന്നിരുന്നു. അത് ഈ സമസ്തന്റെ ഒരു കറാമത്താണ്. അത് നമ്മൾ ചോദിക്കാതെ തന്നെ, നമ്മൾ ചോദിക്കാത്ത മേഖലയിൽ കൂടെ തന്നെ അത് കടന്നു വരും. അത് സമസ്തയുടെ ഒരു കറാമത്താണ്. താങ്കൾ ഈ പറഞ്ഞ ആളെ ഖാലിയാക്കുകയല്ല ചെയ്തത്, അദ്ദേഹത്തെ മുതവല്ലിയാക്കി നിശ്ചയിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തിന് 2 മക്കളാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അതും ശരിയല്ല. പിന്നെ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അവരുടെ മകൻ ജുനൈദ് അവിടെ ഖാലിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ഈ സംസാരിക്കുന്ന 7-ാം തീയതി രാത്രി ഈ സമയം വരെയും ജുനൈദിനെ ഖാലിയായിട്ട് ആ നാട്ടുകാര് തൗലിയത്ത് നടത്തിയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സമദ് സാഹിബെ താങ്കൾ ജുനൈദാണ് ഇപ്പോൾ ഖാലി എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത്? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോ വളരെ ഖേദകരമായ ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. അല്ലാഹു അലം,
കരക്കമ്പി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? അത്രേ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് ആധികാരികത കിട്ടിയിട്ടുള്ളൂ. താങ്കൾ പ്രസംഗിച്ചു പെട്ടപ്പോ ഇനി നമുക്ക് ജുനൈദിനെ എങ്ങനെങ്കിലും കാലിയാക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് താങ്കളുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ ചില കൂടിയാലോചനകൾ നടന്നതായൊരു കരക്കമ്പി. അല്ലാഹു ആലം. കരക്കമ്പി എന്ന് ഞാൻ പറഞ്ഞു തന്നെ അതിന് അത്രേ ആധികാരികതയുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ കേൾവി നടന്നിട്ടുണ്ട്, ഒരു സംസാരം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എന്താണ് ഇപ്പൊ ഈ ചെയ്യണത്? എന്താണ് ഈ കളി? എന്താ ഈ കളി? ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കേ, പാകളുടെ ചെരുപ്പ് നോക്കുക, അല്ലാതെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കല്ല വേണ്ടത്. അത് അപകട, എണീറ്റിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.